പ്രൊജക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലെ അടുത്തൊരു പ്രോബ്ലമാണ്. നമ്മൾ 11ാമത്തെ പ്രോബ്ലമാണ്. The end A of a line AB is in HP and 25 mm behind VP. The end B is in the VP and 50 mm above HP. The distance between the end projectors is 75 mm. Draw the projections of AB and determine its true length, traces and inclinations with the HP and VP. Question ഞാൻ ഒന്നുകൂടി വായിക്കാം. The end A of a line AB is in HP and 25 mm behind VP. The end B is in the VP and 50 mm above HP. The distance between the end projectors is 75 mm. Draw the projections of AB and determine its true length, traces and inclination with the HP and VP. Okay. Question clear ആയി എന്ന് കരുതുന്നു. എല്ലാവർക്കും നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. എ ബി എന്ന് പറഞ്ഞ ലൈനാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ എൻഡ് എ എന്ന് പറയുന്നത് എച്ച് പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു ഡിഫറൻസ്. കാരണം ഇത് നമുക്ക് ട്രൂ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതിന് മുൻപ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. പക്ഷെ ഇതിന് മുന്നേ ചെയ്ത രണ്ട് പ്രോബ്ലത്തിൽ ലൈൻ്റെ രണ്ട് എൻഡും ഒന്നില്ലെങ്കിൽ എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി അല്ലെങ്കിൽ ബിഹൈൻഡ് വി പി ബിലോ എച്ച് പി എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. പകരം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ലൈൻ്റെ ഒരു എൻഡ് എ എന്ന് പറയുന്നത് ഈസ് ഇൻ എച്ച് പി എന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 25 mm ബിഹൈൻഡ് വി പി എന്നും പറഞ്ഞിട്ടുണ്ട്. 25 mm ബിഹൈൻഡ് വി പി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എ ബി എന്നാണ് ലൈൻ തന്നിട്ടുള്ളത്. അതിൽ എൻഡ് എ എന്ന് പറഞ്ഞാൽ ഇൻ എച്ച് പി ആണ്. ഇൻ എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻ എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 25 mm ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഹൈൻഡ് വി പി ആണ്. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞ പോസിബിലിറ്റി എന്താണ്? ഒന്നില്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആവാം, അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് ആവാം അല്ലേ. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വ്യൂവിലാണ് കിട്ടുക? ടോപ്പ് വ്യൂവിലാണ് കിട്ടുക. അപ്പോൾ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിലും തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിലും നമുക്ക് എവിടെയാണ് വരിക? എക്സ് വൈ ലൈൻ്റെ മേലെയാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈൻ്റെ മേലെയാണ് അല്ലേ. അപ്പോൾ സോ 25 mm ബിഹൈൻഡ് വി പി. സിമ്പിൾ നോക്കുക, ആരോ മാർക്ക് ഇട്ട് ശരിയല്ലേ? വിച്ച് മീൻസ് എക്സ് വൈ ലൈൻ്റെ മേലെയാണ് വരിക. ഇനി അടുത്ത് എന്താ പറയുന്നത്? എൻഡ് ബി ഈസ് ഇൻ വി പി. ബി എൻഡ് ലൈൻ്റെ എൻഡായ ബിനെ കുറിച്ച് പറയാണ്. ബി ഈസ് ഇൻ വി പി. ബി എവിടെയാണ്? ഇൻ വി പിയിലാണ്. ഓക്കെ, ആൻഡ് 50 mm എബോവ് എച്ച് പി. 50 mm എബോവ് എച്ച് പി. അപ്പോൾ ഇതേതാ? എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ സാധ്യത ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആവാം, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റും ആവാം അല്ലേ. എബോവ് എച്ച് പി ആണല്ലോ. അപ്പോൾ നമുക്ക് എബോവ് എച്ച് പി എന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈൻ്റെ മേലെയാണ് വരിക അല്ലേ. അപ്പോൾ 50 mm എബോവ് എച്ച് പി. ക്ലിയർ അല്ലേ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടർ എത്ര തന്നിരിക്കുന്നത്? 75 mm. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് 75 mm എന്ന് തന്നിട്ടുണ്ട്. ഇനി ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ ബിയുടെ പ്രൊജക്ഷൻ വരയ്ക്കുക. ഡിറ്റർമൈൻ ഇറ്റ്സ് ട്രൂ ലെങ്ത് കാണണം, ട്രേസസ് കാണണം, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി അല്ലേ. ആസ് യൂഷ്വൽ ട്രൂ ലെങ്ത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. തീറ്റ ആൻഡ് ഫൈ ഡിറ്റർമൈൻ ചെയ്യണം. ട്രേസസും കാണണം. ഓക്കെ, ട്രേസും കാണണം. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ആസ് യൂഷ്വൽ ചെയ്യണ പോലെ ആദ്യം തന്നെ നമ്മൾ ചെയ്യും. എക്സ് വൈ ലൈൻ വരയ്ക്കും. ഒരു എക്സ് വൈ ലൈൻ വരച്ചു. ദെൻ എൻഡ് എ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, എൻഡ് എ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇൻ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി ആണ്. അപ്പോൾ ഇതിലേതാണ് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ നമുക്കറിയണം അല്ലേ. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കിട്ടുക അല്ലേ. പ്രൊജക്ഷൻ ഹൊറിസോണ്ടൽ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന ഏതാണ്? ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ 25 mm ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈൻ്റെ മേലെയാണ്. എക്സ് വൈ ലൈൻ്റെ മേലെ വരയ്ക്കുന്ന ഇതാണ് ടോപ്പ് വ്യൂ വരിക. അപ്പോൾ ഇൻ എച്ച് പി അല്ലേ. അപ്പോൾ ആദ്യം ആ പോയിന്റ് ഇടാം. ഇൻ എച്ച് പിയിലുള്ളതാണ് ഏത്? ഫ്രണ്ട് വ്യൂ. സേ
എ എന്ന് പറയുന്ന പോയിന്റ് എച്ച് പിയിലാണ്, അത് നമ്മളിവിടെ പോയിന്റ് ഇട്ടു. ഇനി പേര് കൊടുക്കുകയാണ്, എ ഡാഷ് എന്ന് കൊടുത്തു. ഇനി 25 mm ബിഹൈൻഡ് വി പി, ദാറ്റ് ഈസ് എക്സ് വൈ ലൈൻ്റെ മേലെ 25 mm നമ്മളൊരു ലൈൻ വരച്ചു, ഇവിടെ പോയിന്റ് ഇട്ടു. അതാണ് എന്ത്, ടോപ്പ് വ്യൂ അല്ലേ. അവിടെ എന്തെന്ന് കൊടുത്തു, എ എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. 25 mm ഡിസ്റ്റൻസ് ഇതാ. ഇപ്പോൾ തന്നെ ഒന്ന് ഡയമെൻഷനും ചെയ്തിടുക. 25 mm. ഓക്കെ. ഇനി അതേപോലെ ബിയുടെ ചെയ്യേണ്ട, ബി ഇൻ വി പി, വി പിയിലാണ് പറഞ്ഞിട്ടുണ്ട് 50 mm എബോവ് എച്ച് പി എന്നാണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് അല്ലേ. എൻ്റെ പ്രൊജക്ടർ 75 mm. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടർ തന്നിട്ടുണ്ടല്ലോ 75 mm. അപ്പോൾ നമുക്ക് അത് ആദ്യം മാർക്ക് ചെയ്താലോ അല്ലേ. എ എന്നുള്ള എൻഡ് കിട്ടി. ഇനി ബി എന്ന് പറഞ്ഞ എൻഡ് എവിടെയാണ് കിടക്കുന്നത്? ഈ എയിൽ നിന്ന് 75 mm ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. സോ നമ്മളിപ്പോൾ എ ഡാഷ് എ എന്ന് പറഞ്ഞ എൻഡ് ഉണ്ട്. ഇവിടെ നിന്ന് ഈ എക്സ് വൈ ലൈനിൽ 75 mm ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. സേ അത് ഇതാണെന്ന് ഇമാജിൻ ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 75 mm ആണ്. ആണ്. ഓക്കെ. ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടർ. അപ്പോൾ ഇവിടെയാണ് എന്ത്, ബി കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബി ഇൻ വി പി ആൻഡ് 50 mm എബോവ് എച്ച് പി എന്നാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. ഇൻ വി പി ആൻഡ് 50 mm എബോവ് എച്ച് പി ആണ്. 50 mm എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ ഫസ്റ്റും ആവാം സെക്കൻഡും ആവാം അല്ലേ. എബോവ് എച്ച് പി ആണ് ഇതിൻ്റെ പ്രൊജക്ഷൻ, എബോവ് എച്ച് പി ആണ്. അപ്പോൾ പ്രൊജക്ഷൻ എവിടെയാണ് വരിക? വെർട്ടിക്കൽ പ്ലെയിനിലാണ് വരിക, ഫ്രണ്ട് വ്യൂ ആണ് വരിക അല്ലേ. അപ്പോൾ 50 mm എബോവിലാണ് എന്ത്, ഫ്രണ്ട് വ്യൂ കിടക്കുന്നത്. അപ്പോൾ ഈ എച്ച് പിയിൽ കിടക്കുന്ന എന്താണ്, വി പിയിൽ കിടക്കുന്ന എവിടെയാണ്? എക്സ് വൈ ലൈനിലാണ് വരിക അല്ലേ. വി പിയിൽ കിടക്കണം. ഇപ്പോൾ ഇൻ എച്ച് പി എന്ന് പറഞ്ഞപ്പോൾ എക്സ് വൈ ലൈനിൽ വന്നില്ലേ. അതുപോലെ ഇൻ വി പി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് വൈ ലൈനാണ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. ഇത് ഏതാണ്? ടോപ്പ് വ്യൂവിലാണ് വരിക, ടോപ്പ് വ്യൂവിലാണ് വരിക. എൻഡ് ബി അല്ലേ. ഇപ്പോൾ ഇവിടെ എന്ത് പേര് കൊടുക്കാം? ബി എന്ന് കൊടുക്കാം അല്ലേ. ഇത് ടോപ്പ് വ്യൂ അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ബി. ഇതിവിടെ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് എ ഡാഷിന് കൊടുത്തു. ഇവിടെ ടോപ്പ് വ്യൂ എന്ത്, എന്ന് കൊടുത്ു. ഇവിടെ ഇത് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ബി എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ ആണ് കിട്ടുക എന്നറിയാം. അപ്പോൾ 50 mm ഡിസ്റ്റൻസ് ആണ്. സോ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 50 mm മേലോട്ട് ഒരു ലൈൻ വരച്ചു. സേ ഇതാണ് 50 mm ഡിസ്റ്റൻസ് ഇമാജിൻ ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതായത് ബിയുടെ അതർ വ്യൂ ആണ്, ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ ആണ്. നമ്മൾ ബി ഡാഷിന് കൊടുത്തു. ഓക്കെ. ഇനി നമുക്കിത് കണക്ട് ചെയ്യല്ലേ. ഇത് എയും ബിയും തമ്മിലാണ് കണക്ട് ചെയ്യുക. അതുപോലെ എ ഡാഷും ബി ഡാഷും തമ്മിലാണ് കണക്ട് ചെയ്യുക. സോ എയും ബിയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. എയും ബിയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു. അതേപോലെ എ ഡാഷും ബി ഡാഷും തമ്മിൽ കണക്ട് ചെയ്യാം. സ്കെയിൽ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് വരയ്ക്കുക. ഇത് തിക്കാക്കണം കേട്ടോ, കാരണം ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂ ആണ്, തിക്ക് ലൈൻ ആയിരിക്കണം. ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഈ പേന കൊണ്ട് കാണിക്കുന്ന പോലെ ഇങ്ങനെ 2-3 വട്ടം വരയ്ക്കരുത്. പെൻസിൽ ഷാർപ്പാക്കിയിട്ട് സ്കെയിൽ വെച്ച് പ്രോപ്പറായിട്ട് വെച്ചാൽ കറക്റ്റ് ലൈനായിട്ട് കിട്ടും. ഓക്കെ. ഞാൻ അത് ഫ്രീ ഹാൻഡിൽ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ട്രൂ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഓക്കെ. അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് ട്രേസസ് കാണാനും കൂടി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ട്രേസ് ഒന്ന് കണ്ടുപിടിച്ചാലോ. ഇതല്ലേ ഫ്രണ്ട് വ്യൂ, എ ഡാഷ് ബി ഡാഷ് അല്ലേ. ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എക്സ് വൈ ലൈനിൽ കിട്ടുന്ന പോയിന്റ് ആണ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് വരിക അല്ലേ, ഓൾറെഡി എക്സ് വൈ ലൈനിലല്ലേ കിടക്കുന്ന എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇത് തന്നെയല്ലേ എച്ച് ഡാഷ് വരിക. സോ ഇവിടെ തന്നെയാണ് എച്ച് ഡാഷ് വരിക അല്ലേ. ഈ എ ഡാഷ് തന്നെയാണ് എച്ച് ഡാഷ്. ദെൻ ഈ എ ഡാഷിൽ നിന്ന്, എ ഡാഷിലെ എച്ച് ഡാഷ്, ഈ എച്ച് ഡാഷിൽ നിന്ന് ഞാൻ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ടോപ്പ് വ്യൂവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എച്ച് ടി എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതാണ് എച്ച് ഡാഷ്. എച്ച് ഡാഷിൽ നിന്ന് വെർട്ടിക്കൽ ലൈനാണ് ഈ കാണുന്നത് അല്ലേ, എ ഡാഷ് എ എന്ന് പറഞ്ഞ ഈ ലൈന്. അപ്പോൾ അത് എ ബി അല്ലേ ടോപ്പ് വ്യൂ, അതിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ പോയിന്റ് തന്നെയല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഇതിനെ എച്ച് ടി എന്നും കൊടുക്കാം. ഓക്കെ. ഡിഫറൻസ് മനസ്സിലാക്കണേ. നമ്മൾ ഇതിനു മുൻപ് ചെയ്തതും ഇതിലും ഉള്ള ഡിഫറൻസ് ആണ്. ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അതേപോലെ എ ബി എന്ന് പറഞ്ഞത് ടോപ്പ് വ്യൂ ആണ് അല്ലേ. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എക്സ് വൈ ലൈനിൽ കിട്ടുന്ന പോയിന്റ് ആണ് നമ്മൾ എന്ത് കൊടുക്കുക, വി എന്ന് കൊടുക്കുക. അതെവിടെയാണ്, ഈ ബിയിൽ തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിടാം, വി എന്നിടാം.
ദെൻ ഈ വിയിൽ നിന്ന് നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അതായതാണ് ബി ഡാഷ് ആണ്. അത് തന്നെയാണ് ഇവിടെ എന്ത് വരിക, വി ടി എന്ന് വരിക. സോ ഇവിടെ തന്നെ അത് മാർക്ക് ചെയ്യുക, വി ടി എന്ന് മാർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം. ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം എന്താണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കുക അല്ലേ. അപ്പോൾ നമ്മളിവിടെ എ ഡാഷ് എ ഉണ്ട്, എ ഡാഷ് എ വരെയുള്ള ഡിസ്റ്റൻസിന് നമുക്ക് ഇവിടെ സിമ്പിൾ കൊടുക്കാം, ഈക്വൽ ടു ഒരു സിമ്പിൾ കൊടുത്തു. അതുപോലെ ബി ബി ഡാഷ് എന്നുണ്ട്, ഇതിന് ഞാൻ ഇവിടെ റെക്ടാങ്കുലർ ബോക്സ് ഉള്ള സിമ്പിൾ കൊടുത്തു. നമുക്ക് എങ്ങനെ ചെയ്യാം, ഇവിടെ എ എന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണ്ടേ അല്ലേ, എ എന്നും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം, ബി എന്നും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. എന്തിനു വേണ്ടിയിട്ട്, ട്രൂ ലെങ്ത് കാണാൻ. ഇപ്പോൾ ഇവിടെ എ എന്ന് ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണമെങ്കിൽ എ ഡാഷിൽ നിന്ന് എക്സ് വൈ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം. എത്രയാണ്, എ ഡാഷിൽ നിന്ന് എക്സ് വൈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 0 ആണ് അല്ലേ. കാരണം എ ഡാഷ് ഇറ്റ് സെൽഫ് ലൊക്കേറ്റഡ് ഇൻ വേർ എക്സ് വൈ ലൈനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള പോയിന്റ് എന്ത് തന്നെയാണ്, എ തന്നെയാണ് പോയിന്റ്. കാര്യം മനസ്സിലായ, ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് വേണം. എ ഡാഷ് എക്സ് വൈ ലൈനിൽ നിന്ന് എത്രയെങ്കിലും ഡിസ്റ്റൻസ് വേണം, ഉണ്ടോ, ഡിസ്റ്റൻസ് ഉണ്ടോ, ഇല്ല, എക്സ് വൈ ലൈനിൽ തന്നെ കിടക്കണം. അപ്പോൾ പോയിന്റ് എവിടെ തന്നെയാണ്, ഇത് തന്നെയാണ് പോയിന്റ്. ഓക്കെ, ഇനി അതേപോലെ ബി എടുക്കുമ്പോൾ ബിന്ന് നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണ്ടേ അല്ലേ, ഇങ്ങോട്ടല്ലേ വരയ്ക്കണേ. അപ്പോൾ എ ഇങ്ങോട്ട് വരയ്ക്കേണ്ടത്, അത് ഇവിടെ തന്നെയാണ്. ബി നമുക്ക് ഇങ്ങോട്ടാണ് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ബിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണമെങ്കിൽ ബി ഡാഷ് അല്ല നോക്കണ്ടേ അല്ലേ, എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കണ്ടേ. അത് എത്രയാണ് ഡിസ്റ്റൻസ്, ഇവിടെ എത്ര ഡിസ്റ്റൻസ് തന്നിരിക്കണേ, 50 mm ആണ് അല്ലേ. ഇവിടെ 50 mm അല്ലേ നമ്മൾ എപ്പോൾ എടുത്തതാ, ഇതല്ലേ 50 mm ആണ്. ഇപ്പോൾ 50 mm ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണു അല്ലേ. എത്ര mm ഡിസ്റ്റൻസിൽ, 50 mm, ഈ ലൈൻ ഡിസ്റ്റൻസിൽ അതവിടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എൻഡ് കിട്ടി, 50 mm എൻഡ് കിട്ടി. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഡിസ്റ്റൻസ് ഒന്ന് കാണിക്കുക, ഇതേതാണ് ഡയമെൻഷൻ കാണിക്കുക, 50 ആണ്. ഓക്കെ, ഇവിടെ അതേപോലെ നമുക്കിവിടെ പോയിന്റ് കിട്ടി. ഇപ്പോൾ ഇവിടെ എൻ്റെ പോയിന്റും കിട്ടി, ഇവിടെ ബിയുടെ പോയിന്റും കിട്ടി. ഇത് രണ്ടും കണക്ട് ചെയ്യല്ലേ, എ ടു ബി. ഇത് തിക്കായിരിക്കണേ, കാരണം ട്രൂ ലെങ്ത്തും തിക്കായിട്ടാണ് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് അവർ ട്രൂ ലെങ്ത്. നമ്മൾ ട്രൂ ലെങ്ത് ആണ്. ഇതിവിടെ തന്നെ എന്താണ്, എ തന്നെയാണ് അല്ലേ. ഇവിടെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ എയും വരും, ഇവിടെ എന്ത് വരും, ക്യാപിറ്റൽ ലെറ്റർ ബി വരും. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ട്രൂ ലെങ്ത് മെഷർ ചെയ്യുക. ഇപ്പോൾ ട്രൂ ലെങ്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടണം ഒരു 94 mm കിട്ടണം. അതോടൊപ്പം ഇത് എച്ച് ടി അല്ലേ, എച്ച് ടി എന്ന് ജനറേറ്റ് ചെയ്ത ആംഗിൾ അല്ലേ, ഇവിടെ ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത് അല്ലേ, എച്ച് ടി എന്ന് മേക്ക് ചെയ്ത ആംഗിൾ അല്ലേ ഇത്. ഇതെന്താ നമ്മൾ സിമ്പിൾ കൊടുക്കുക, എച്ച് ടി എന്ന് മേക്ക് ചെയ്യുന്ന ഏതാണ്, തീറ്റയാണ്. അപ്പോൾ തീറ്റ നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് മെഷർ ചെയ്യുക. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ കിട്ടണം 32 ഡിഗ്രി കിട്ടണം. ക്ലിയർ. ഇതേപോലെ ഇപ്പോൾ നമ്മളിത് എയും ബിയിലുമാണ് ചെയ്തത് അല്ലേ, ടോപ്പ് വ്യൂ എന്നാണ് ചെയ്തത്. അതേപോലെ ഫ്രണ്ട് വ്യൂ എന്ന് ചെയ്യേണ്ടത് എ ഡാഷ് ബി ഡാഷ് എന്ന് ചെയ്യേണ്ടത്. അപ്പോൾ എ ഡാഷ് അല്ലേ, എ ഡാഷ് എന്ന് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, എയുടെ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. എക്സ് വൈ ലൈനിൽ എയുടെ ഡിസ്റ്റൻസ് എടുക്കണം. അത് 25 mm ആണ്. അത് എവിടേക്ക് എടുക്കുക, താഴേക്കല്ലേ എടുക്കുക അല്ലേ. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞ ലൈനിൽ എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുകയാണ്. എത്ര mm ഡിസ്റ്റൻസിൽ, ഈ ഡിസ്റ്റൻസിൽ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ഇട്ട് 25 mm. സോ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. സോ ഇതാണ് ഈക്വൽ ടു, ഇവിടെ പോയിന്റ് ഇട്ടു. ദെൻ ബി ഡാഷ് എന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. എത്ര ഡിസ്റ്റൻസിൽ, എക്സ് വൈ ലൈനിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ്. എക്സ് വൈ ലൈനിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 0 ആണ്, നില്ലാണ്. അപ്പോൾ പോയിന്റ് ഏതാണ്, ബി ഡാഷ് നിന്ന് എടുക്കുന്ന പോയിന്റ് എന്താണ്, ഇവിടെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് കണക്ട് ചെയ്യണം. ബി ഡാഷ് നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ ഞാൻ 75 എഴുതിയില്ല, അതിൻ്റെ മേലെ കൂടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്ക് വരാതിരിക്കാൻ നോക്കുക. നിങ്ങൾ പെൻസിലായിരിക്കും വരയ്ക്കുക, അപ്പോൾ മാച്ചിട്ട് ഇവിടെ ഡയമെൻഷൻ എഴുതണേ. ഞാൻ ഇപ്പോൾ 75 കട്ട് ചെയ്യാം, 75. സോ ദിസ് ഈസ് അവർ പോയിന്റ്. സോ ഇത് ബിയുടെ പോയിന്റ് ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ തന്നെ ബി എന്ന് എഴുതാം ബ്രാക്കറ്റിൽ, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ എന്താ വരിക, എ ആണ് വരിക, ക്യാപിറ്റൽ ലെറ്റർ എ. ഇത് ട്രൂ ലെങ്ത് ആണ്, എ ബി ഡാഷ് വരെയുള്ള ട്രൂ ലെങ്ത് ആണ്. ദിസ് ഈസ് അവർ ട്രൂ ലെങ്ത്. ഈ ലൈൻ ട്രൂ ലെങ്ത് ആണ്, ഇത് ട്രൂ ലെങ്ത് ആണ്. അത് എത്രയായിരിക്കണം, ഈ 94 ആയിരിക്കണം. ദെൻ ഇത് വി ടി നിന്ന് ജനറേറ്റ് ചെയ്തല്ലേ, വി ടിയിൽ നിന്ന് വെർട്ടിക്കൽ ട്രേസിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ആംഗിൾ ആണ്. ദാറ്റ് ഈസ് 5 ആണ്. 5 മെഷർ ചെയ്യുമ്പോൾ എത്ര കിട്ടണം, 16 ഡിഗ്രി നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് പ്രോബ്ലം. ഈസി പ്രോബ്ലം ആണ്. ജസ്റ്റ് ഒന്ന്
ഈ പ്രൊസീജിയർ നന്നായിട്ടൊന്ന് കേൾക്കുക, മനസ്സിലാക്കുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്ത് പഠിക്കുക. പിന്നെ തിക്കാക്കേണ്ട ലൈനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ഫ്രണ്ട് വ്യൂ ലൈൻ തിക്കായിരിക്കണം, ടോപ്പ് വ്യൂ തിക്കായിരിക്കണം. ഇതിൽ ഇപ്പോൾ ട്രൂ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അത് ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ബി, ഈ ലൈൻ തിക്കായിട്ട് വരയ്ക്കുക, ഈ ലൈനും തിക്കായിട്ട് വരയ്ക്കുക. ബാക്കിയെല്ലാം തിന്നായിട്ട് വരയ്ക്കുക. ഡയമെൻഷൻസ് കാണിക്കണം. ഇതിൽ 25 കാണിക്കണം, ഈ 50 കാണിക്കണം. ദെൻ ഇതേപോലെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എടുത്ത് എഴുതണം. വേറെ ട്രേസസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ട്രേസസ് എന്ന് പറയുമ്പോൾ എന്താണ്? H' to HT ആണ് കാണേണ്ടത്. H' to HT ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. മെഷർ ചെയ്തിട്ട് എഴുതുക. അല്ല, ഇതിൽ ട്രേസസ് പറഞ്ഞിട്ടില്ല. ട്രേസസ് വി ഷുഡ് ഡിറ്റർമൈൻ. ഈ ഡിസ്റ്റൻസ് എത്ര? H' to HT എത്രയാണ്? 25 തന്നെയാണ്. അതേപോലെ V2 VT ഡിസ്റ്റൻസ് എത്രയാണ്? V2 VT എത്രയാണ്? 50. ഓക്കെ, നിങ്ങൾ ട്രേസുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ട്രേസസിൻ്റെ വാല്യൂം കൂടി കണ്ടുപിടിച്ചൊന്ന് സൈഡിൽ എഴുതിയിടുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.